ലോകത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാം. സ്വദേശത്തേക്കും വിദേശത്തേക്കും യാത്ര ചെയ്യാം സൂര്യയിലൂടെ. പാസ്പോർട്ട്, എമിഗ്രേഷൻ, ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, വിസ സ്റ്റാമ്പിംഗ്, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ, വിസിറ്റിംഗ് വിസ, ഹോളിഡേ പാക്കേജസ്, ഉംറ പാക്കേജുകൾ, ഹോട്ടൽ ബുക്കിംഗ്, ഇൻഷുറൻസ്, ഫോട്ടോസ്റ്റാറ്റ്, ലാമിനേഷൻ, പാൻ കാർഡ്, റബ്ബർ സീൽ. സൂര്യ ഇന്റർനാഷണൽ ട്രാവൽസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, വടക്കാഞ്ചേരി, ചേലക്കര, ഡൽഹി, ദുബായ്, ഇപ്പോൾ ആറങ്ങോട്ടുകരയിലും. ഫോൺ 9447268947 8056999614. നമസ്കാരം, എനിടൈം ന്യൂസിലേക്ക് സ്വാഗതം. വടക്കാഞ്ചേരി നഗരസഭയിൽ കോടികളുടെ തിരിമറി നടന്നതായി കോൺഗ്രസ് ആരോപിച്ചു. നഗരസഭയിലെ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിച്ചപ്പോഴാണ് 2021, 22, 23 എന്നീ കാലയളവിൽ ഇല്ലാത്ത പദ്ധതികൾക്കായി പണം ചിലവാക്കിയതായി കണ്ടെത്തിയിട്ടുള്ളത്. മിന്നൽ രക്ഷാചാലക ശക്തി, പ്രായമായ വനിതകൾക്കുള്ള ജിംനേഷ്യം, വടക്കാഞ്ചേരി പുഴ നവീകരണം തുടങ്ങി ഒട്ടേറെ നടപ്പിലാക്കാത്ത പദ്ധതികൾക്ക് തുക വക മാറ്റിയതാണ് പ്രവർത്തന റിപ്പോർട്ടിൽ കണ്ടെത്തിയത്. സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് നാളെ നഗരസഭ വളയൽ സമരം സംഘടിപ്പിക്കുമെന്ന് നഗരസഭാ കൗൺസിലറായ SA ആസാദ്, ബുഷ്ര റഷീദ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ്, ജയൻ മംഗലം, നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ, KK അബൂബക്കർ, AA അഷറഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ തരത്തിലുള്ള ഏജൻസികളുടെ ഭാഗത്തു നിന്ന് പർച്ചേസിംഗ് റൂളുകൾ, ചട്ടങ്ങൾ തെറ്റിച്ചുകൊണ്ടുള്ള വിവിധ തരത്തിലുള്ള വിഷയങ്ങളാണ് ഓഡിറ്റിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അത് മൊത്തം 2021, 22, 23, 2021, 21, 22, 22, 23 കാലഘട്ടങ്ങളിലെ 3 വർഷക്കാലത്തെ ഓഡിറ്റ് മാത്രം പരിശോധിച്ചാൽ ഉദ്ദേശം ഒരു 6 കോടി രൂപയുടെ പൈസ ചെലവ് ചെയ്ത പൈസയാണ് ഓഡിറ്റ് വിഭാഗം തടസ്സം ചെയ്തതായിട്ട് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായ വൻ അനാസ്ഥ. അപ്പോൾ ഈ ഇത്രയും കാലം പുറത്തേക്ക് ഇത് കൊണ്ടുവന്നില്ല. ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം 2 മാസത്തിനുള്ളിൽ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഓഡിറ്റ് റിപ്പോർട്ട് ഇവരുടെ കൈകളിൽ കിട്ടുന്നു. ആ ദിവസം മുതൽ 2 മാസക്കാലത്തെ മീറ്റിങ്ങിൽ അജണ്ട വെച്ച് ചർച്ച ചെയ്യപ്പെടേണ്ട ആ ഓഡിറ്റ് റിപ്പോർട്ട് ഈ നിമിഷം വരെ ചർച്ച ചെയ്യപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ വ്യാപ്തി, ഇതിൻ്റെ ഉള്ളടക്കം നോക്കിയാൽ, നിങ്ങൾക്ക് ഞാൻ കോപ്പി തരാം, ഉള്ളടക്കം നോക്കിയാൽ വ്യാപകമായ രീതിയിൽ ഇല്ലാത്ത പദ്ധതികൾക്ക് പോലും പൈസ ചെലവഴിച്ചിട്ടുണ്ടെന്ന് കാണാൻ കഴിയും. ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം. മിന്നൽ ചാലക ശക്തി, രക്ഷാചാലക ശക്തി, ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ തന്നെ ഇംപ്ലിമെന്റ് ഓഫീസറായിട്ട് നിർവഹണ ഉദ്യോഗസ്ഥരോട് ചോദിച്ചു, എനിക്ക് സംഭവം അറിയില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. 1,49,000 രൂപ അതിലേക്ക് ചെലവ് ചെയ്തിട്ട് ഒരു വൗച്ചറും ഇല്ല, പ്രോജക്റ്റും ഇല്ല. അതുപോലെ തന്നെ അമ്മമാർക്ക് ജിംനേഷ്യം, അമ്മമാരുടെ ജിംനേഷ്യം കണ്ടൊരു 14 ലക്ഷം രൂപയാണ് അതിലേക്ക് ചെലവഴിക്കുക. അങ്ങനെ ഒരു അമ്മമാർക്ക് ഒരു ജിംനേഷ്യം കൊടുത്തിട്ടുള്ള കാണാൻ കഴിയും. അതിന് വേണ്ടിയ സാധനങ്ങൾ വാങ്ങിയത്, അതിലേക്ക് വേണ്ടിയ എക്യുപ്മെന്റ്സ്, അതിൻ്റെ ആവശ്യമായ സാധനങ്ങൾ, മെറ്റീരിയൽസ് വാങ്ങിയത് സ്റ്റോക്കേഴ്സ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ടല്ലോ, ആ സ്റ്റോക്കുകൾ പോലും ഉൾപ്പെടുത്താതെയാണ് ക്രമവിരുദ്ധമായ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥ. അതുപോലെ തന്നെ ടേക്ക് എ ബ്രേക്ക് പദ്ധതി, വടക്കാഞ്ചേരി മാർക്കറ്റ്, അത്താണി മാർക്കറ്റുകളിലെ കിഫ്ബി വഴിക്ക് ലഭിച്ച കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് അത് എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചയിൽ അതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിന് വേണ്ടി മാത്രം റാം കോഴിക്കോട് എന്ന് പറയുന്ന ബയോമെഡിക്കൽ അങ്ങനത്തെ സ്ഥാപനത്തിന് 22 ലക്ഷം രൂപ ചെലവ് ചെയ്തതിന് ഓഡിറ്റ് ചെയ്തിട്ടുണ്ട്. പ്രോജക്റ്റ് തയ്യാറാക്കാനാണ്. ബമ്പൻ കിഫ്ബിന്ന് എത്ര കോടി രൂപ കിട്ടുന്നത് ഞങ്ങൾ ആരും പറഞ്ഞല്ലോ. ഉദ്ഘാടനം കഴിക്കുന്നു, ഭയങ്കര ഉദ്ഘാടന കേരളത്തിൽ ഇത്ര ഉദ്ഘാടനം കഴിഞ്ഞ ഒരു സ്ഥാപനത്തിൽ നിന്ന് കഴിച്ചത് നാളെ ഉദ്ഘാടനം ചെയ്യും. അതുപോലെ വടക്കാഞ്ചേരി പുഴ നവീകരണത്തിന് പേര് 10 ലക്ഷം രൂപ തടഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു എസ്റ്റിമേറ്റും ഇല്ല, ഒരു ടണും ഇല്ല, ആരെയാണ് പണിയേൽപ്പിച്ചതൊന്നുമില്ല. പിന്നെ താൽക്കാലിക ജീവനക്കാരെ നിലവിലുള്ള തസ്തികകളില്ലാത്ത സ്ഥാപനത്തിന് സർക്കാർ 1 വർഷത്തേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 5 സ്റ്റാഫ്. അവരെ വീണ്ടും തുടർച്ചയായി കഴിഞ്ഞ 7 വർഷക്കാലം തുടർച്ചയായി കൊണ്ടുപോയി. അതുപോലെ തന്നെ കണ്ടിജന്റ് ജീവനക്കാർ ആവശ്യത്തിന് വടക്കാഞ്ചേരിയിൽ 21 കണ്ടിജന്റ് ജീവനക്കാർ സ്ഥിരമായിട്ടുള്ളപ്പോൾ ആ കണ്ടിജന്റ് ജീവനക്കാർക്ക് പകരമായി വിവിധ ആളുകളെ ഉപയോഗിച്ച്
നടത്തിയതിന്റെ ഫലമായി ഒരു 37 ലക്ഷം രൂപയുടെ അവർക്ക് കൊടുത്ത വേതനം തടഞ്ഞിരുന്നു. എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ ചെയ്ത് ചോദിക്കണമെന്നാണ് അതിൽ കാണുന്നത്. എംപ്ലോയ്മെന്റിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.